ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പങ്കുവയ്ക്കലിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ഇതിനാവശ്യമുള്ളത് എഴുതിയെടുക്കാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അന്ത്യവിധിയിൽ നിന്റെ വലതുഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലം കൂടാതെ എളുപ്പത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ, അങ്ങയെ മാലാഖമാരോടൊത്ത് സ്തുതിക്കാൻ, ഞങ്ങളുടെ പാപങ്ങളെ വെളിപ്പെടുത്തി കിട്ടുവാനും അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യുവാനും ഞങ്ങളിപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഈശോയെ നിന്നെ കണ്ടെത്തുവാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സങ്കീർത്തനം 97:3 അഗ്നി ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ കെട്ടുന്നു. സക്കറിയ 2:5 തിരുരക്തത്തിൻ്റെ കോട്ട ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചുറ്റും കെട്ടിവെക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി സാത്താനെ കർത്താവ് കത്തിയെരിയിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാപുത്ര പവിത്രാത്മനെ ആരാധന സമർപ്പിച്ചുകൊണ്ട് ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ദണ്ഡവിമോചനങ്ങൾ ചരിത്രത്തിൽ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് കുറച്ച് നമുക്ക് നോക്കാം. ഇത് ദണ്ഡവിമോചനത്തിൻ്റെതായ പുസ്തകത്തിൽ നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആർക്കെങ്കിലും ഇപ്പോഴത്തെ ദണ്ഡവിമോചനത്തിൻ്റെ പുസ്തകം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇത് പണ്ട് മുതലേ എനിക്ക് പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സഭയുടെ കീഴിൽ നിന്നിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി എന്തെങ്കിലും ഇതിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ ധരിക്കേണ്ടത് കേട്ടോ. ദണ്ഡവിമോചനങ്ങൾ പോൾ 6 മാർപ്പാപ്പ എഴുതുന്നത് ഇങ്ങനെയാണ്: സഭയുടെ പ്രബോധനങ്ങളിലൂടെയും രേഖകളിലൂടെയും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യമാണ്, ചിലതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കാൻ ഇടയായത്. അതുകൊണ്ട് ഈ നിയമവിരുദ്ധമായ ലാഭമുണ്ടാക്കാൻ വേണ്ടി ദണ്ഡവിമോചനം ഉപയോഗിച്ചു സഭയിൽ പലപ്പോഴും. അങ്ങനെയാണ് ഇതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് ദണ്ഡവിമോചനങ്ങളുടെ ഉപയോഗം നിലനിർത്തണം. എന്തെന്നാൽ ക്രൈസ്തവ ജനതയ്ക്ക് വളരെയേറെ പ്രയോജനപ്രദവും പരിശുദ്ധ സൂനകദോസുകളുടെ ആധികാരിക അംഗീകാരം ലഭിച്ചിട്ടുള്ളതുമാകയാൽ ദണ്ഡവിമോചനങ്ങളുടെ പ്രയോജനത്തെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. കാരണം ചരിത്രത്തിൽ സഭയിൽ കുറേ തെറ്റിദ്ധാരണകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ ദണ്ഡവിമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ എന്തായാലും ഒന്നും എൻ്റെ പഠനങ്ങളല്ല, ഇതെല്ലാം ആധികാരികമായ പുസ്തകങ്ങളിൽ നിന്ന് പല സ്ഥലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ദണ്ഡവിമോചനത്തിനെ കുറിച്ച് ഇത്ര സംശയം വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ക്രിസ്തു സഭയ്ക്ക് പാപമോചനാധികാരം നൽകിയിട്ടുണ്ട്, അതിൽ തർക്കമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കുമ്പസാരക്കൂട്ടിൽ കയറിയാൽ ഈശോ കുമ്പസാരം വഴി ദി ഗിൽറ്റ് ഓഫ് സിൻ, അതായത് പാപത്തിൻ്റെ കുറ്റവും ഇറ്റേണൽ പണിഷ്മെന്റ്, നിത്യനാശവും നമ്മളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മളൊരു പാപം ചെയ്താൽ അനുതപിച്ച് കുമ്പസാരക്കൂട്ടിൽ കയറിയാൽ ആ പാപത്തിൻ്റെ കുറ്റവും ആ പാപം വഴി നമുക്ക് നിത്യശിക്ഷ ആണല്ലോ കിട്ടുക. മാരകപാപം ചെയ്ത നിത്യശിക്ഷയാണ്. പക്ഷെ ആ നിത്യശിക്ഷ നമുക്ക് കിട്ടില്ല കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഗ്ലോറിയ പോളോ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. മരിച്ചതിന് ശേഷം അവിടെ ചെന്നപ്പോൾ പാപങ്ങളിങ്ങനെ ഒരു സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ചെയ്ത കുറേ വലിയ പാപങ്ങൾ ആ സ്ക്രീനിൽ കാണാനില്ല. എന്നാൽ ചെറിയ ചെറിയ പാപങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാലാഖയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? ഞാൻ ഇതിലും വലിയ പാപങ്ങൾ ചെയ്തിട്ട് അതൊന്നും ഇതിൽ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാലാഖ പറഞ്ഞൊരു കാര്യമാണ്,
ആ പാപങ്ങളെക്കുറിച്ചൊക്കെ നീ അനുദപിച്ചിട്ട് കുമ്പസാര കൂട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈശോ നിനക്ക് പാപമോചനം തന്നു. നിന്റെ നിത്യശിക്ഷയും അതിൽ ഇല്ലാതായി. കുമ്പസാരക്കൂട്ടില് അനുദപിച്ച്, യഥാർത്ഥ അനുദപിച്ച് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാപം പിന്നെ ഈശോ ഓർക്കുന്നേയില്ല. എത്ര വലിയ മാരകപാപം ചെയ്ത ആളാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയ്ക്കാണ് മുൻതൂക്കം. ദൈവം ആ ആൾ നശിക്കാൻ, ആത്മാവ് നശിക്കാൻ അനുവദിക്കില്ല, ഇഷ്ടപ്പെടുന്നില്ല. നമ്മളതിന് എന്ത് ചെയ്യണം? മനസ്തപിക്കണം. നമുക്ക് ആഴമേറിയ അനുതാപം ഉണ്ടാകണം. തെറ്റിപ്പോയി കർത്താവേ, തെറ്റിപ്പോയി. അങ്ങനെ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞാൽ ആ പാപം പിന്നെ ഈശോ ഓർക്കുന്നില്ല. പക്ഷെ ആ പാപത്തിൻ്റെ പരിഹാരം ചെയ്യണം. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞിട്ടുള്ള പാപങ്ങളൊന്നും സ്ക്രീനിൽ കാണില്ല. അതേസമയം കൊച്ചു നുണ പറഞ്ഞു, കള്ളത്തരം കാണിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ തെളിഞ്ഞു കാണാം. അത് കുമ്പസാരക്കൂട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. തെറ്റാണ് എന്ന് ബോധ്യമില്ല. വലിയ തെറ്റൊന്നുമല്ലല്ലോ. ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൽ പറയണം. പിന്നെ പാപത്തിൻ്റെ സാഹചര്യം കൂടി പറയണം. ചിലർ വന്നിട്ട് പറയും വ്യഭിചാരം ചെയ്തു. വ്യഭിചാരം ചെയ്തു. അപ്പോൾ സാധാരണ വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞാൽ വേശ്യാലയങ്ങളിൽ പോയി വ്യഭിചാരം ചെയ്തു എന്നായിരിക്കാം. പക്ഷേ നീ വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞത് നിന്റെ സ്വന്തം സഹോദരിയെയാണെങ്കിലോ? അപ്പം നീ ആ കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞത് ആത്മാർത്ഥമായിട്ടല്ല. അവിടെ കറക്റ്റായിട്ട് പറയണം, ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വന്തം അമ്മയെ ചെയ്തവർ, പെങ്ങന്മാരുടെ മക്കളെ ചെയ്തവർ. അങ്ങനെ പാപത്തിൻ്റെ ഗൗരവം കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന പുരോഹിതന് അറിയണ്ടെന്ന് വിചാരിച്ച് മറച്ചു വെച്ച് കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുമ്പസാരം അർത്ഥമുള്ളതായി മാറില്ല. അത് ഈശോ അംഗീകരിക്കില്ല. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് അത് വിചാരിച്ചിട്ട് വ്യഭിചാരം എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് പറയേണ്ട ആവശ്യമില്ല. നീ എപ്പോൾ എങ്ങനെ ചെയ്തു അതാണ് പറയേണ്ടത്. ഒരിക്കൽ ഞാൻ എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി എന്നെ ബലമായിട്ട് ഒരാൾ വളരെയധികം മോശമായിട്ട് പീഡനം എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്നുണ്ടായ അറ്റാക്ക്. ആ ഒരു അറ്റാക്കിനെ കുറിച്ച്, അത് പെട്ടെന്നുണ്ടായ അറ്റാക്കൊന്നുമല്ല, അത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണത്. ഈ കുട്ടി കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിക്കാൻ നിൽക്കുകയായിരുന്നു. കുമ്പസാരക്കൂട്ടിലല്ല, കുമ്പസാരക്കൂട്ടിൻ്റെ പിന്നിൽ വരിയുണ്ടല്ലോ, വരിയായിട്ട് നിൽക്കുക. അപ്പോൾ ലോങ് വരിയാണ് കുട്ടി ഏറ്റവും അവസാനം. അവിടെ വെച്ച് ഒരു പയ്യൻ വന്ന് പരിചയപ്പെടുകയാണ്, അവനും കുമ്പസാരിക്കാൻ വന്നാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര കുറേ നേരം നിന്നപ്പോൾ നമുക്കൊരു വെള്ളം കുടിച്ചിട്ട് വീണ്ടും വന്ന് നിൽക്കാം എന്ന് പറഞ്ഞ് വെള്ളം വാങ്ങിക്കൊടുത്തു. കുട്ടി കുടിച്ചു. ആ കുടിച്ചത് തന്നെ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അതിനുശേഷം ആ കുട്ടി വളരെ വളരെ മാനസികമായിട്ട് എങ്ങനെ തകർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം ഇല്ല. എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് അത് ഈ പാപിയുടെ മുമ്പിൽ തന്നെയാണ് ആ കൊച്ചെത്തിയത്. മാനസികമായി വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ശരിക്കും മെൻ്റൽ പേഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി. ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ കുറ്റബോധം, പാപബോധം ഒക്കെ. അതിനുശേഷം പിന്നീട് കുറേ സംഭവങ്ങളുണ്ടായി. ആ ചെയ്തവരെ കണ്ടുപിടിക്കുകയും അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. അത് എന്തായാലും കുട്ടിയുടെ മനസ്സ് കൈ മോശം വന്നപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്ന്, കാരണം ഒരു പള്ളിയിലോ ഒരു അച്ഛന്മാരെയോ കന്യാസ്ത്രീകളെയോ കാണാൻ ഈ കുട്ടി കൂട്ടാക്കുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? അച്ഛന്മാരും കന്യാസ്ത്രീകളും മോശപ്പെട്ടവരായതുകൊണ്ടല്ല. അവരുടേതായിട്ടുള്ളൊരു സ്ഥലം, പള്ളി കാണാൻ പോകുന്നത്, കുമ്പസാരക്കൂട്ടിൽ പോകുന്ന ഒരു അച്ഛന്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടി ചിന്തിച്ചത് മുഴുവൻ ആ കാര്യങ്ങളായിരിക്കും. ആ സമയത്താണ് ഈ ചതി നടക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഇവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. അതങ്ങനെയൊക്കെ ഉണ്ടാവും മനസ്സിൻ്റെ പ്രശ്നങ്ങൾ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ
കീമോതെറാപ്പി കഴിയുമ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി എന്താണ് മൊബൈലിൽ ഇഷ്ടം അത് നോക്കി കാണാനാണ് ഡോക്ടർ പറയുന്നത്. കാരണം അതൊരു പ്രത്യേകതരം കീമോയുടെ അവസ്ഥയായിരുന്നല്ലോ എനിക്ക്. അപ്പം ഞാനിങ്ങനെ വെക്കും, എനിക്കിഷ്ടം അന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, പറ്റുന്നില്ല. അപ്പോൾ ഈ മൊബൈലിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു എന്തോ ഒരു സംഭവം വരും, കുറേ നമ്മുടേതല്ലാത്ത ജാപ്പാനീസ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കുന്നത്. അന്നത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ അപ്പോൾ വേദന മറക്കുമല്ലോ. അത് കഴിയുമ്പോൾ അത് ഒരെണ്ണം കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഞാൻ 3 കിട്ടും. അതായത് 10 മുട്ടയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്ന ഒരു സംഭവം. ഞാനത് ഇന്ന് വരെ അതൊന്നും കണ്ടിട്ടില്ല. കീമോ കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ കാണുന്നത്. അപ്പം മോനും കാണിച്ചിരുന്നു, നോക്കിയാൽ വെച്ചാൽ ഇങ്ങനൊരു സംഭവം. അതേപോലെ കാട്ടിലൂടെ യാത്ര ചെയ്ത് കുടിൽ കെട്ടി ജീവിക്കുന്ന ഓരോ സിനിമകളോ എന്താണെന്നറിയില്ല, അതും നമ്മുടെ നാട്ടുകാരുടെ എല്ലാം. അപ്പോൾ അതിലിരുന്ന് കാണും. വെറുതെ സമയം പോണ്ടേ, പ്രാർത്ഥിക്കാനൊന്നും പറ്റണില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതുപോലെ ഈ അവസ്ഥയിലായിരുന്നപ്പോൾ എനിക്ക് ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അലർജിയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യം. അതായത് ഈ തിന്നുന്ന സംഭവങ്ങളും കാട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വെറുതെ വേണ്ട ഓഫ് ചെയ്യാം, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആ അവസ്ഥയാണ്, വെറുപ്പ് വരിക. അത് നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. ആ അവസ്ഥയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അതുപോലെ അന്ന് ഭക്ഷിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പം പറ്റണില്ല. നിങ്ങൾ കേട്ടാൽ അതിശയിക്കും. അന്ന് ഞാൻ മാസങ്ങളോളം ദിവസങ്ങളോളം ജീവിച്ചിരുന്നത് 3 ടീസ്പൂൺ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഒരു ഇളനീര്, അങ്ങനെയുള്ള ഇളനീര് വെള്ളം, അതുകൊണ്ടൊക്കെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ കഴിച്ച ഒരു കാര്യമാണ് ചേമ്പ് എന്ന് പറഞ്ഞ സംഭവം. ഒരു ചേമ്പ്, നിങ്ങൾക്കറിഞ്ഞ ചീനച്ചേമ്പ് എന്നൊക്കെ പറയും. അതാണ് രാത്രിയിൽ കഴിച്ചിരുന്നത്. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ. എനിക്ക് വേറെ ഒന്നും എൻ്റെ മനസ്സിന് പറ്റണില്ല, വയറിനും പറ്റണില്ല. ഇതാണ് അമ്മച്ചി കഴിക്കുന്നതെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചീനച്ചേമ്പോ ഇതെങ്ങനെ കഴിക്കണു ആമാശയില്ലാത്ത ആള്? അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അമ്മച്ചി അതാണ് കഷ്ണാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറിന് ഓക്കെ എന്താണ് ആൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, പക്ഷെ അതുകൊണ്ടൊരു ഗുണമില്ല. ഗുണമുണ്ടായാലും ഇല്ലെങ്കിലും അതാണ് വിശപ്പിന് ഒരു പീസ് കഴിക്കാനായിട്ട് ഇത്ര പോകുന്നൊരു പീസ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മടുപ്പ്, വേണ്ട, അത്രയും നമുക്ക് തോന്നുള്ളൂ. ഈ കുട്ടിക്ക് അന്ന് കുമ്പസാര കൂട്ടിലേക്ക് പോകാനിരുന്ന കുട്ടിക്ക് വന്ന ഇത്രയും വലിയ വിപത്ത്. അവൾക്ക് പള്ളിയോട്, കുമ്പസാരം, ഫാദർമാർ, സിസ്റ്റേഴ്സ് ഒക്കെ വെറുപ്പാണ്. അതുകൊണ്ടാണ് അവർ തേടിപ്പിടിച്ച് ഒരു അൽമായത്തിയുടെ അടുത്തേക്ക്, കണ്ടാലൊരു അമ്മാമ്മയുടെ ലുക്കൊക്കെ ഉണ്ട്, മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ അമ്മാമേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പറഞ്ഞു പോയി. ഇപ്പോൾ അവർ അതുമ്പോൾ തൂങ്ങിപ്പിടിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. നല്ല കമ്പനിയായി എൻ്റെ അടുത്ത് വന്ന്. ഞാൻ ആ കുട്ടിയിട്ട് വളരെ കമ്പനിയായി. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. തമ്പുരാൻ്റെ കരുണയ്ക്കും നീതിക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി തീർത്തും അതിൻ്റെ ഇടയിൽ വിവാഹം കഴിഞ്ഞു എന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയാണ് പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ കുട്ടി കുറ്റബോധം കൊണ്ട് നീറിപ്പോകുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തെറ്റാണ് എന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ, ആരെയാണ് ചെയ്തത്, എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരാളുടെ പൈസ പറഞ്ഞു പറ്റിച്ചോ, ഞാൻ അടച്ചു വീട്ടാം, അങ്ങനെ പറഞ്ഞു വാങ്ങി, പിന്നെ അടച്ചു വീട്ടിയില്ല, അതൊരു തെറ്റാണ്. ശരിയാണ്. കുമ്പസാരക്കൂട്ടിൽ പോകും, ഞാൻ ചതിച്ചു, ഒരാളോട് വീട്ടാമെന്ന് പറഞ്ഞു, അണ്ട് വീട്ടിയില്ല, ശരി, പാപമോചനം കിട്ടും. പക്ഷേ നീ പറഞ്ഞിട്ടില്ല, ആ കടം നീ വീട്ടാത്തത് കൊണ്ട് ആ ഫാമിലിക്ക് എന്തൊക്കെ തകർച്ചയുണ്ടായിട്ടുണ്ട്, എന്തൊക്കെ മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ചിരിക്കും നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ. സാഹചര്യം വെറുതെ നമ്മൾ കടം വാങ്ങി പൈസ കൊടുത്തില്ല, ഇതാണ് കുമ്പസാരക്കൂട്ടിൽ പറയുക. പക്ഷെ നീ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി, ഏതവസ്ഥയിലിരിക്കുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന്, അത് വീട്ടാതായപ്പോൾ ആ കുടുംബത്തുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നീ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനൊക്കെ എണ്ണി പരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പോൾ സാഹചര്യങ്ങളും ഇതിന് വളരെ ഗണിക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ കുട്ടി വന്ന് പറഞ്ഞത്, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഞാൻ ആ ഷെയറിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു. രക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, ആര് തെറ്റ് ചെയ്തു? നീ എന്ത് തെറ്റ് ചെയ്തു? നിനക്ക് എത്ര വരെ ഓർമ്മയുണ്ട്? കുമ്പസാരക്കൂട്ടിൽ ലൈൻ നിൽക്കുന്നതും പയ്യനെ കാണുന്നതും അവനുമായിട്ട് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് തല ചുറ്റിയപ്പോൾ നീ വാങ്ങി കഴിച്ചു, അത്രയല്ലേ നിനക്ക് ഓർമ്മയുള്ളൂ? അതെ.
പിന്നെയുള്ള കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലോ. ഇല്ല. പിന്നെ നിന്നെ എവിടെ നിന്നാണ് കണ്ടു കിട്ടിയത്? അതൊക്കെ ഒരു കഥയാണ്. അപ്പം അതുകൊണ്ട് ഈ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ നിന്റെ പാപാവന്ത എങ്ങനെയാ? അങ്ങനെ ബോധ്യം കൊടുത്ത് എന്തായാലും അവൾ മിടുക്കി പെൺകുട്ടിയായി. അപ്പോൾ നമ്മൾ കുമ്പസാര കൂട്ടിൽ കയറിയാൽ ഈ ഗിൽറ്റ് ഓഫ് സിന്നും ഇറ്റേണൽ പണിഷ്മെൻറ്റും കിട്ടി എന്ന് വെറുതെ ഇങ്ങനെ വിശ്വസിക്കരുത്. കള്ളത്തരം പറഞ്ഞിട്ട് കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ ആശീർവാദം തന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ആ ആശീർവാദം അവിടെ വില പോകില്ല. കാരണം കുമ്പസാരത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ആത്മാർത്ഥമായിട്ടുള്ള കുമ്പസാരം വേണം. അപ്പോഴേ ഈശോ ആശീർവദിക്കുന്നത് നിനക്ക് ഫലം ചെയ്യുള്ളൂ. അങ്ങനെ അത് എത്ര മാരകമായി ചെയ്താലും നമ്മൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ കയറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പാപത്തിൻ്റെ നിത്യശിക്ഷ, പെർമനൻ്റ് ഇറ്റേണൽ പണിഷ്മെൻറ്റ് ഇല്ലാണ്ടാവും. അങ്ങനെ ഈശോ സഭയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെമ്പററി പണിഷ്മെൻറ്റിനും മോചനം നൽകാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക ശിക്ഷയും ഈ ദണ്ഡവിമോചനങ്ങൾ വഴിയായിട്ട് നേടിയെടുക്കാം. അപ്പം നമ്മൾ വിചാരിക്കും ആ പാപത്തിന് ദണ്ഡവിമോചനം ചെയ്താൽ പോലെ. ദണ്ഡവിമോചനം എന്ന് പറയുന്ന പ്രവൃത്തികൾ വളരെ ബുദ്ധിമുട്ടുള്ളതാ. ഞാൻ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ദണ്ഡവിമോചനത്തിന് ഓടാന്ന്. ദണ്ഡവിമോചനത്തിന് ആദ്യം വേണ്ടത് നീ പാപമില്ലാത്ത അവസ്ഥയിലായിരിക്കണം. അപ്പം പാപമില്ലാത്ത അവസ്ഥയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളെ പറയുമ്പോൾ വിചാരിക്കും ദണ്ഡവിമോചനം കിട്ടുക, ദണ്ഡവിമോചനം എൻ്റെ അനുദിന ജീവിതത്തിലുണ്ട്, ദണ്ഡവിമോചനം അത് നേടിയെടുത്താലും മതി. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ദണ്ഡവിമോചനങ്ങൾ വഴി ഈ പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും മോചനം നൽകാനുള്ള അധികാരം അപ്പസ്തോലിക വരം കിട്ടിയിട്ടുള്ള പുരോഹിതന്മാർക്ക് സഭ കൊടുത്തിട്ടുണ്ട്. അത് വിശ്വസിച്ചാൽ ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും അതിൽ കൂടെ മാറിക്കിട്ടും. ആദിമസഭയിലെ 3-ാം നൂറ്റാണ്ട് മുതൽ രക്തസാക്ഷിത്വം കാത്തിരിക്കുന്ന ഒരു വൈദികനോ സാധാരണ വിശ്വാസിയോ ആണെങ്കിൽ പോലും അവരെ മറ്റൊരു വിശ്വാസിയുടെ കാനോനിക പ്രായശ്ചിത്തം ലഘൂകരിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സഭ അനുവദിക്കാറുണ്ടെന്ന്. 3-ാം നൂറ്റാണ്ടിലെ, അതായത് രക്തസാക്ഷിത്വം കാത്തിരിക്കുന്ന ഒരു വൈദികൻ, യേശുവിന് വേണ്ടി ജീവൻ കളയാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വൈദികനോ ഒരു അൽമായനോ, അവർക്കൊക്കെ മറ്റുള്ളവരുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം ലഘൂകരിക്കാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കാനുള്ള ഒരു ഇത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അതായത് ഈശോയ്ക്ക് വേണ്ടി ജീവിതം ബലി കൊടുക്കുന്നവർ. അത് ഇന്ന പുസ്തകങ്ങളിലുണ്ട് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ദി ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് ദി ക്രിസ്ത്യൻ ചർച്ച്, ന്യൂയോർക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2005 എഴുതി വെച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ ഇൻ്റലിജൻസ്. ഞാനതൊന്നും വായിക്കുന്നില്ല, നിങ്ങളതൊന്നും പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. AD 517 എപ്പാവോൺ കൗൺസിൽ ഓഫ് എപ്പാവോൺ കഠിനമായ കാനോനിക പ്രായശ്ചിത്തങ്ങളെ മയപ്പെടുത്തിയിട്ട് പുതിയ രീതിയിലുള്ളത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കാലാകാലങ്ങളിൽ ഈ ദണ്ഡവിമോചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റം വരുന്നു. ആ മാറ്റം വരുന്ന കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ പ്രായശ്ചിത്തങ്ങൾ, ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം ഇതൊക്കെ കുറഞ്ഞ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. മനുഷ്യർക്ക് സന്തോഷത്തിനും സൗകര്യത്തിനും കുറേ സഭ അനുവദിച്ച് തരുന്നുണ്ട്. അങ്ങനെ സഭ കാലാകാലങ്ങളിൽ ഇങ്ങനെ ദണ്ഡവിമോചനങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ദണ്ഡവിമോചനം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ കാണുന്നത് 1095 ക്ലെർമോണ്ട് കൗൺസിലിൽ വെച്ച് ഊർബൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രഖ്യാപനമാണ്. ഊർബൻ രണ്ടാമൻ മാർപ്പാപ്പ, അതായത് അന്ന് കുരിശുയുദ്ധത്തിൽ പങ്കെടുത്തവർക്കൊക്കെ നിത്യമായിട്ടുള്ള മോചനം, എല്ലാ പാപങ്ങളും താൽക്കാലിക ശിക്ഷയിൽ നിന്നൊക്കെ മോചനമുണ്ട് എന്നാണ് അന്ന് പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം സ്വീകരിച്ചിട്ടുള്ളവരെങ്കിൽ ആ ക്ലോസ് എപ്പോഴും ഉണ്ട്. അവരുടെ പ്രായശ്ചിത്തങ്ങളൊക്കെ ഇനി അവർ പ്രായശ്ചിത്തം ചെയ്യണ്ട, ചെയ്തിട്ടുള്ള പാപങ്ങൾക്കൊന്നും അവർക്ക് പ്രായശ്ചിത്തം ചെയ്യണ്ട കുരിശുയുദ്ധത്തിൽ പോയവർക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കുരിശുയുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുഴു പ്രായശ്ചിത്തമായി. അതുകൊണ്ട് പിന്നൊരു പ്രായശ്ചിത്തം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കരുണ, സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി, വിശുദ്ധരുടെ യോഗ്യതകൾ ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ദണ്ഡവിമോചനങ്ങളെ നോക്കിക്കാണേണ്ടത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1999 സെപ്റ്റംബർ 29 പൊതു കൂടിക്കാഴ്ചയിൽ പറഞ്ഞു, പിതാവ് മനുഷ്യകുലത്തിന് പാപക്ഷമയും പരിശുദ്ധാത്മാവിൽ മക്കളായി ജീവിക്കാനുള്ള സാധ്യതയും വാഗ്ദാനം ചെയ്ത
ക്രൂശിതനായ ക്രിസ്തു തന്നെയാണ് ഏറ്റവും വലിയ ദണ്ഡവിമോചനം. ഏറ്റവും വലിയ ദണ്ഡവിമോചനം എന്താണ്? ക്രിസ്തുവാണ് ഏറ്റവും വലിയ ദണ്ഡവിമോചനം. അതെവിടെയാണ് നമുക്ക് ക്രിസ്തുവിനെ കിട്ടുക? പരിശുദ്ധ കുർബാനയിലാണ് കിട്ടുക. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ദണ്ഡവിമോചനം. അത് മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. രണ്ടാമത് നമ്മൾ പറയുന്നത്, എല്ലാവർക്കും ഈ കാരുണ്യം ആവശ്യമുണ്ട്. ഈ ദണ്ഡവിമോചനം മനുഷ്യർക്കും, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും. അപ്പോൾ പാപത്തിൻ്റെ ഈ യോഗ്യമായിട്ടുള്ള ഫലങ്ങളൊന്നും പൂർത്തിയാക്കാതെ പോയവർ മരണശേഷം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകും. നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ അത്. അപ്പം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാവരും തന്നെ എന്ത് പാപം ചെയ്തിട്ടുണ്ടാവും? ലഘുപാപം ചെയ്തിട്ടുണ്ടാകും. ഭൂമിയിൽ ആരും ലഘുപാപം പോലും ചെയ്യാത്തവരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടാന്നുള്ളത് ബുദ്ധിമുട്ടാണ്, സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ആ ആളെ വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചാൽ പോലും ലഘുപാപം ചെയ്തിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം നമ്മളിപ്പോൾ മോഹിക്കേണ്ട. പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ കണ്ടീഷൻസ് പൂർത്തിയാക്കി നമ്മളത് കാഴ്ചവെക്കുക. ദൈവം അത് നീതിയോടെ, ദൈവത്തിൻ്റെ നീതി പ്രകാരമുള്ള ദണ്ഡവിമോചനം നമുക്ക് തരും. അപ്പം അനേകം ഭാഗിക ദണ്ഡവിമോചനം കൂട്ടിവെക്കുമ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ എഫക്റ്റ് കിട്ടും. നമ്മൾ കണ്ടല്ലോ, ആവിലായിലെ അമ്മ ത്രേസ്യയുടെ മഠത്തിൽ ഒരു കന്യാസ്ത്രീ വേഗം പോയപ്പോൾ അമ്മ ത്രേസ്യ ചോദിച്ചു, എങ്ങനെയാണ് ഈശോയെ ഇവളിങ്ങനെ കയറിപ്പോയേ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, അവൾ വിശ്വസ്തയോടെ നേടിയെടുത്ത ദണ്ഡവിമോചനങ്ങളിലൂടെ ദൈവത്തിന് അവൾ അനേക കടങ്ങൾ തിരികെ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ക്ലാരപ്പുണ്യവതിയുടെ മഠത്തിലൊരു കന്യാസ്ത്രീ പറഞ്ഞില്ലേ, ഞാൻ എന്നും അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം ചൊല്ലിയിരുന്നു എന്ന്. അത് ഞാൻ മുന്നേ നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നിട്ടുണ്ട്. അനുദിന തെറ്റുകൾക്കുള്ള എന്നും നമ്മളത് ചെല്ലുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ തെറ്റ് പരിഹരിക്കപ്പെടും. കാരണം ഈ തെറ്റിന് നമ്മൾ പിതാവിന് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് പരിഹാരമാറ്റി കൊടുക്കുന്നത് ഈശോയുടെ തിരുഹൃദയം, തിരുപ്പീഡകൾ, തിരുരക്തം, തിരുഹൃദയം, തിരുമുഖം. ഇതാണ് നമ്മൾ കാഴ്ച കൊടുക്കുന്നത്. അതുകൊണ്ട് അത് യോഗ്യതയുള്ളതായി തീരും. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്കാണ് ഫലം. അതാണ് പറയുന്നത്, ചില പ്രാർത്ഥനകൾ വലിയ ഫലം കിട്ടും. നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കാഴ്ചവെക്കേണ്ടത് ഈശോയുടെ പാടുപീടുകളുടെ യോഗ്യതയോട് ചേർത്താണ്. അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കാഴ്ചവെക്കുമ്പോൾ പൂർണ്ണമായി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വെറുതെ ഇങ്ങനെ എണ്ണിത്തെറ്റപ്പെടുത്തി കുറേ പ്രാർത്ഥനകളും ചൊല്ലിക്കൂട്ടിയാൽ ഫലം കിട്ടില്ല. അത് പണ്ടൊരിക്കൽ ഏതോ ഒരു കന്യാസ്ത്രീക്കാണെന്ന് തോന്നുന്നു, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കന്യാസ്ത്രീ വെച്ചോ, ധാരാളം ജപമാല ചെല്ലുന്ന കന്യാസ്ത്രീയാണ്. അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട് വന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടി മാതാവേ എന്ന് വിളിച്ച് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാട്ടിയിരുന്നു ചുണ്ടുകൊണ്ട്. അപ്പോൾ കന്യാസ്ത്രീ പറഞ്ഞത്, എന്താ അമ്മ പറയുന്നത്, എനിക്ക് ഒന്നും തിരിയുന്നില്ലല്ലോ അമ്മ, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്നപ്പോൾ അമ്മ പറഞ്ഞ ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പോൾ കന്യാസ്ത്രീക്ക് സങ്കടമായി. അപ്പം മനസ്സിലായി എന്തോ ഒരു കാര്യം അമ്മ പറയുന്നുണ്ട്, അതെന്താണാവോ. പിന്നീട് അമ്മ പ്രത്യക്ഷപ്പെട്ടു വീണ്ടും. എന്നിട്ട് ശരിക്കും സംസാരിച്ചു. അമ്മ എന്ത് നേരത്തെ വന്നപ്പോഴേക്കും അമ്മ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അപ്പോൾ കന്യകാമാതാവ് പറഞ്ഞു, നീ ഇന്നലെ വരെ ചൊല്ലിക്കൂട്ടിയ ജപമാലകൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം നീ എങ്ങനെയാണ് ചൊല്ലിക്കൂട്ടിയത്? നന്മ നിറഞ്ഞ ഇത് ശരിയാവില്ല. ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോഴും ഗബ്രിയേൽ മാലാഖ കന്യകയായിട്ടുള്ള മറിയത്തിൻ്റെ മുമ്പിൽ ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി, ആ വചനം പറയുന്നു. ദൈവവചനം, പിതാവിൻ്റെ വചനം പറയുന്ന നിമിഷം നമ്മൾ മനസ്സിൽ കാണണം. ആ സമയത്ത് അത്യുന്നതൻ്റെ സിംഹാസനത്തിൽ നിന്നും അത്യുന്നതൻ്റെ ശക്തി മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് വരുന്നത് കാണുകയും ഗബ്രിയേൽ നിലം പറ്റ താണു വീണ് വണങ്ങി, ആയിരുന്നവനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനുമായി പരിശുദ്ധൻ 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 എന്ന് പറയുന്ന ഗബ്രിയേൽ ആ ദൈവത്തെ മറിയത്തിൻ്റെ ഉദരത്തിൽ കണ്ടപ്പോൾ കുമ്പിട്ട് വണങ്ങി ആരാധിച്ചു. മറിയത്തെ അല്ല, മറിയത്തിൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനെ. അത്യുന്നതൻ്റെ ശക്തി അവളുടെ മേൽ ആവസിക്കും. അവൾ ഗർഭിണിയാകും. അത്യുന്നതൻ്റെ ശക്തി, മൂന്നാം ദൈവതമ്പുരാൻ എന്നറിയപ്പെടുന്ന റുഹാദുഗുദാശ തമ്പുരാൻ സ്വർഗം വിട്ട് കന്യകയുടെ ഉദരത്തിൽ വന്നിരിക്കുമ്പോൾ ഗബ്രിയേൽ എന്ത് ചെയ്യും? ആരാധിക്കല്ലാതെ എന്ത് ചെയ്യും? ഈ ഗബ്രിയേൽ എപ്പോഴും സ്വർഗത്തിലിരുന്ന് പിതാപുത്ര പവിത്രാവിനെ ആരാധിക്കുന്ന ആളാ.
ഈ മാലാക ഇവിടെ ആ സ്വർഗം കിട്ടതേ ഇറങ്ങി വരുന്നു. അപ്പം മാലാക എന്ത് ചെയ്യും? നിലമ്പറ്റത്താണ് വീണ് വണങ്ങി ആരാധിച്ചു, മറിയത്തിയല്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവത്തോടു കൂടി അല്ലാതെ നമ്മളുടെ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലിയാൽ അത് അമ്മ പറയും, നീ എന്താ ചെല്ലി, നീ എന്താ ഓർത്തെ, എനിക്കൊന്നും അറിയില്ല. അമ്മയും പറയുന്നു, ഇങ്ങനെ പറയാം. അതുകൊണ്ട് ധ്യാനിച്ച് ചെല്ലണം എന്നാണ് നീ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ ഓർക്കണം, നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ ലോകത്തിൻ്റെ പാപങ്ങൾക്കും നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് വന്നു പോയിട്ടുള്ളവരുടെ പാപങ്ങൾക്കും ഇപ്പം ജീവിച്ചിരിക്കുന്നവരുടെ അഹങ്കാരത്തിനും അവരുടെ നിസ്സംഗതയ്ക്കും അനുസരണക്കേടിനും എല്ലാം പരിഹാരമായിട്ട് ഈശോയുടെ പാടുപീടുകൾ, ഈശോയുടെ തിരുസഹനം, ഈശോയുടെ തിരുമുഖം, ഈശോയുടെ തിരുഹൃദയം, ഇതെല്ലാമാണ് നമ്മൾ പിതാവിന് കാഴ്ചവെക്കുന്നത്. അപ്പോഴാണ് അത്ഭുതം നടക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം നിങ്ങൾ ഇന്ന് എഴുതി വെച്ചോളൂ. എന്നിട്ട് അടുത്ത പങ്കുവെക്കലിൽ നമുക്ക് ഏതൊക്കെയാണ് ദണ്ഡവിമോചന പ്രവർത്തികൾ എന്ന് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.